ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു സാറ്റർഡേ ആണ് കേട്ടോ. എല്ലാ സാറ്റർഡേ ഇങ്ങനെയല്ല, എന്നാലും ചില സാറ്റർഡേകൾ ഞങ്ങൾ അങ്ങ് അറിഞ്ഞ് ആഘോഷിക്കും. അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ നിങ്ങൾ കാണിക്കുന്നത് കുക്കറി ഷോ. നമ്മൾ ഇതിനകത്ത് ഇത്തിരി ഉപ്പും മഞ്ഞപ്പൊടിയും ആയിട്ടോ ചേർത്തിരിക്കുന്നത്. ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ടേ. നമുക്ക് കക്കാർച്ചി മാത്രമല്ല കേട്ടോ, ഇന്ന് നമുക്ക് നല്ല ചൂരമീൻ്റെ തലയുണ്ട്, വെള്ള ചൂരമീൻ്റെ തല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചൂരമീൻ്റെ തല കറി വെക്കുന്നത്. ഇന്നലെ അതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ചക്കയ്ക്ക് വേണ്ടി അവിടെ എല്ലാം നടന്നു. ചക്ക ഉണ്ടായിരുന്നു, പക്ഷെ അത് പഴുത്ത ചക്കയായിപ്പോയി. അപ്പം നമുക്കിന്ന് ചൂരത്തലയും കൂടെ കറി വെക്കാം കേട്ടോ. ഇതിനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു. ഇനി അരി നന്നായിട്ട് നമുക്ക് കഴുകി കുക്കറിൽ വെക്കാം കേട്ടോ. കുറേ നേരമായി ഞാൻ അരി ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട്, അത് അതിൻ്റെ കളറൊക്കെ ഇളകിയിരിക്കുന്നുണ്ടോ. ഇനി കുറേ വട്ടം ഇങ്ങനെ കഴുകണം, ഈ കളർ മാറി അരി തെളിഞ്ഞു വരും. ഗ്യാസ് കയറണ്ട. ഇത് കണ്ടോ, ഇത് ഒരു വലിയ കഷ്ണം ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയാണേ. പിന്നെ സവാളയും പച്ചമുളകും നമുക്ക് ഇത് അരച്ച് ചേർത്തിട്ട് അതിനകത്ത് കേട്ടോ. അത് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഞാൻ പച്ചമുളകും കൂടെ ചേർത്തായിരുന്നു കേട്ടോ. പച്ചമുളകും വെളുത്തുള്ളി പെരുംജീരകവും മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് അരച്ച് വെച്ചു, ചതച്ച് വെച്ചു. ഇത് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കക്കാർച്ചി ഇതാ വേഗം തയ്യാറായി കിടക്കുന്നു. ഈ കക്കാർച്ചിയിലേക്ക് ഞാൻ സവാളയും പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന ആ തേങ്ങയും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേക്കും ഇവിടെ എണ്ണ ചൂടായി വരും. നമുക്ക് കടുക് വറുത്തിട്ട് ഇതായിട്ട് ഇട്ടാം. ഇത് കണ്ട, ഞാനിതെല്ലാം സെറ്റാക്കി വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി. അപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നേ, ആ ഉപ്പൊക്കെ ഞാനിട്ട് കറക്റ്റ് പരുവത്തിനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്തിട്ട് ഇടാം. കക്കാർച്ചിക്കകത്ത് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കണ്ട, എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഇത്തിരി വെള്ളം ഞാൻ ഒഴിച്ചു കേട്ടോ. മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ഇതൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാളയേക്കാൾ നല്ലത് കൊച്ചുള്ളിയാണ് കേട്ടോ, പക്ഷെ ഇല്ലാത്തതുകൊണ്ട് കൊച്ചു 2 സവാള എടുത്ത് അരിഞ്ഞു കേട്ടോ. പിന്നെ ചട്ടിയും വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി ഒന്ന് ചൂടായി വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ നമ്മുടെ കക്കാർച്ചി തുറന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ. അതിൽ കുരുമുളക് ഇത്ര നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ എൻ്റെ പെണ്ണിന് ഇത്തിരി ഇതിൽ ഭേദമുണ്ട്. നാലായിട്ട് കത്തിട്ട് എന്നാലും ഒരു ഞാൻ ഇട്ടിട്ടുണ്ട്. അറിയാണ്ടില്ല, അറിയും എന്തായാലും. ഇവിടെ ചട്ടി നന്നായി നമുക്ക് കടുകിട്ട് പൊട്ടിച്ച് ഈ സാധനങ്ങളൊക്കെ ഇട്ട് വഴറ്റാം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുകിടാവേ. കടുകിൻ്റെ കൂടെ ഇത്തിരി ഉലുവയും കൊടുക്കാം. അതെല്ലാം പൊട്ടി വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ വിളിച്ചു കേട്ടോ, അതുകൊണ്ട് അങ്ങോട്ട് പോകണം. ഇനി നമുക്ക് മുളക് പൊടിക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്രേ ഉള്ളൂ. കാശ്മീരി മുളക് പൊടിയും മറ്റേ നോർമൽ മുളക് പൊടിയും. പണ്ട് എനിക്കത് തമ്മിൽ തെറ്റിപ്പോയിരുന്നു കേട്ടോ. ഇപ്പം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റി ആ ഒരു പച്ചമണം മാറ്റാം. നന്നായിട്ട് തിളക്കട്ടെ, എന്നുവെച്ചാൽ പച്ചമണമൊക്കെ മാറട്ടെ. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരുമ്പോൾ നമുക്കിത് ഈ പുളി ചേർക്കാം കേട്ടോ. പുളി വേണം. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് ഇതിനകത്തിൽ എണ്ണ തെളിയും കേട്ടോ. എണ്ണ തെളിയുമ്പോൾ വേണം മീൻ ഇട്ട് കൊടുക്കാൻ. എണ്ണ തെളിയുമ്പോൾ ഇത് നന്നായിട്ട് തിളച്ചാൽ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ടോ, ഈ സമയത്ത് നമുക്ക് മീൻ ചേർക്കാം.
ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാവേ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇങ്ങോട്ട് നമ്മുടെ കക്കാർച്ചി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കക്കാർച്ചി തോരൻ. അമ്മയും കൊണ്ട് നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ ആയിട്ട് നമ്മൾ കാത്തോട്ടിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ കാത്തോട്ടിക്ക് കൊടുക്കാം. കഴിക്കാൻ കാത്തട്ടാ. അമ്മ വാരത്തട്ടെ ഇച്ചിരി. ചെറിയ ചോറുണ്ട്. ചെറിയ ചോറുണ്ട്. അല്ലെ കക്കാർച്ചി മാത്രം ഇത്തിരി ഒന്ന് കഴിച്ചു നോക്കി ആദ്യം. കൊള്ളാകത്തിട്ട് അമ്മൂമ്മ ഉണ്ടാക്കുന്ന അത്ര ഇല്ല. അത് ചിലപ്പോ അങ്ങനെ ആയിരിക്കും. നോക്ക് ഇനി ചോറ്. എന്നാലും അമ്മൂമ്മ ഉണ്ടാക്കുന്നതിന്, പക്ഷെ അമ്മൂമ്മ ഉണ്ടാക്കുന്നതിന് അത്ര ഇല്ലല്ലേ? കള്ളിപ്പാത്ത് കൊള്ളാവോ? കഴിച്ചോ. നല്ല വെയിലാണ് കഴിച്ചോ. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അയ്യപ്പത്തെ പറ്റി ഗൈസ്, ഉപ്പിടാൻ മറന്നുപോയി. ഇപ്പം ഞാൻ ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും ടേസ്റ്റിൽ കോംപ്രമൈസ് ഒന്നും ഇല്ല കേട്ടോ. ഇനി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് തിളപ്പിച്ചങ്ങ് നോക്കാം.